ഞാനിതാ ഇത് നോക്കിയേ, വീഡിയോ എടുത്ത സമയമാണ് 1 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഫ്ലോറിൽ പിള്ളേരറിയാതെ നമുക്കൊന്ന് പോവാം. രാത്രി സമയം കേട്ടോ, അതായത് ശനിയാഴ്ച ദിവസം രാത്രിയാണ്, നാളെ ഞായറാഴ്ചയാണ്. അപ്പം ഞാൻ പിള്ളേരറിയാതൊന്ന് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. പിള്ളേരറിയാതെ ഫ്ലോറിലൊന്ന് പോകും. അവിടെ എന്തായി വിശേഷമൊന്നും ഞാൻ ഇറങ്ങിയിട്ടൊന്നുമില്ല, കാരണം ഇന്ന് ഭയങ്കര തിരക്കായിരുന്നു. അൽഹംദുലില്ലാഹ് ഒരുപാട് സന്തോഷം. എല്ലാവരും നൽകിയ റെസ്പോൺസിന് കുറേ പേർക്ക് കിട്ടാതെ പോയി കാണും, കാരണം എല്ലാ തിരക്കിൻ്റെ ഇടയിൽ എല്ലാവരെയും ശ്രദ്ധിക്കാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. ഇതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ തിരക്ക് വരുമ്പോൾ എങ്ങനെയാണെന്ന്. അപ്പോൾ നമുക്ക് ഓരോ ഫ്ലോർ ഒന്ന് കയറി നോക്കാം. ബാ, സോറി ഞാൻ പറഞ്ഞത് തെറ്റുണ്ട്, കാരണം ഇന്നിപ്പം ഞായറാഴ്ച തുടങ്ങിക്കഴിഞ്ഞു. കാരണം 1 മണി ആയല്ലോ, 1 മണി ആയി കഴിഞ്ഞ് ഒരു 12 മണി കഴിഞ്ഞ് പിന്നെ ഞായറാഴ്ച ആയല്ലോ. അപ്പോൾ ഇനി തുടങ്ങുന്ന വെളുപ്പിന് ഞായറാഴ്ചയാണ്. നാളെ എൻ്റെ പിള്ളേർക്ക് വരേണ്ടതാണ്. എങ്കിലും അതാണ്ട് ഭയങ്കര വൈബൊക്കെ ഇട്ട് പാട്ടൊക്കെ ഇട്ട് അവർ പോകാതെ അവിടെ നിന്ന് കളിക്കുകയൊക്കെ ചെയ്യണം. കുറേ പേര് പോയി കഴിഞ്ഞു, എല്ലാവരും പോയി. പിന്നെ നമ്മുടെ ഹോസ്റ്റൽ പിള്ളേർ മാത്രമല്ല, നമുക്കൊന്ന് പോയി നോക്കാം. ഫ്ലോർ കാണട്ടെ. രാത്രി 1 മണി സമയമാണ്, നോക്കി കണ്ട. ഞാൻ ഈ മേക്കപ്പ് ഇട്ടേക്കുന്നത് എൻ്റെ വീഡിയോ കഴിഞ്ഞിട്ട് വന്നോണ്ടാട്ടെ, നിങ്ങളൊന്നും വിചാരിക്കല്ലേ, സൗണ്ട് കൊണ്ട് കേൾക്കാൻ പറ്റുന്നില്ല. കഫ്താനാണോടാ? ഒരെണ്ണം മുത്തേ, ഒരെണ്ണം കാണിരും. ഇതെല്ലാം പാകിസ്ഥാനിയാണല്ലോ. ഉറങ്ങണ്ടേ, 1 മണി കഴിഞ്ഞ്. പിന്നെ ഇത് പെട്ടവരല്ലേ, ഇത് ഓക്കെ. ഇന്ന് അഡീഷണൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഈ തുറക്കാൻ പോകുന്ന രാവിലെ ഞായറാഴ്ചത്തേക്കുള്ള പ്രിപ്പറേഷൻ ആയി കാണുന്നേക്ക് കേട്ടോ. വന്നതൊക്കെ തിന്ന് സൂപ്പർ സാധനം അല്ലേടാ. ഓക്കെ ഓക്കെ ഓക്കെ, ഓൺലൈനിൽ ഇടാൻ എനിക്ക് തരത്തില്ല കേട്ടോ വിജേട്ടാ. എന്തുവാ പ്രൈസിങ്ങിലാവാ, നമുക്ക് അടുത്തടുത്ത് ഓരോരുത്തടുത്തോട്ട് പോവാം. കളിച്ചേ വാ, ഒരു സ്റ്റെപ്പ് കളി വാ, കളി. ഓക്കെ കളി. ചിജമോളെ ഹായ്. നമുക്ക് ജെൻസിലോട്ട് പോവാട്ടോ, ജെൻസ് ഫ്ലോറിലോട്ട് പോവാട്ടോ. അറിയാതെ പോവാട്ടോ, ആരും അറിയാതെ നമ്മൾ കയറുന്നത്, ആരും അറിഞ്ഞിട്ടില്ല. ഹലോ ഹലോ ഹായ്. ഞാൻ വീഡിയോ എടുത്തിട്ട് വരാം കേട്ടോ, അതുകൊണ്ട് മേക്കപ്പ് കൊണ്ട് ഞെട്ടണ്ട നിങ്ങളാരും. എന്തുവാ ഇത്, എന്തുവാ ഇവിടെ അവസ്ഥ, എന്തുവായി? അനൂപേ കേൾക്കുന്നില്ലേ നീ? കളിയടാ. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഇല്ല മൈക്കി പറയണേ, പറയൂ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കസ്റ്റമേഴ്സ് ഉണ്ട് ഇവിടെ. ആണോ? ഈ 1 മണിക്ക് ചുമ്മാ കള്ളം പറയാം. 10 മിനിറ്റ് കൊണ്ട് ഇപ്പോഴും കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. 1 മണിക്ക് ഉണ്ടായിരുന്നു. ലാസ്റ്റ് കസ്റ്റമേഴ്സ് ഇപ്പോഴും ഇറങ്ങി. നമ്മുടെ ഈ ഒരു രംഗത്തിന് ഭയങ്കര എൻക്വയറി ചെയ്ത വീഡിയോ ഇതിനാണല്ലേ. ഫിഗർ ഇല്ലാത്തതുണ്ട് കേട്ടോ, വിത്തൗട്ട് ഫിഗർ ഉണ്ടല്ലോ. അതായത് ഫിഗർ വരാതെ ലൈൻസ് വരുന്നതും വേറെ പല പാറ്റേണുള്ളത്. അപ്പം വൈറ്റും ഉണ്ട്, നമ്മുടെ പല കളേഴ്സും ഇരിപ്പുണ്ട്, വൈറ്റും ഉണ്ട്. എത്രത്തോളം മൂവിങ് ആഡ് ആയത് നമുക്കൊരു 70-75% സാധനം മൊത്തം പോയി അല്ലേ? പിന്നെ ഓൺലൈനിൽ ചോദിച്ച് വന്നായിരുന്നല്ലോ, കുറെ സാധനം നമുക്ക് പോയി. ഇന്ന് ഈ വീഡിയോ കണ്ടിട്ട് തന്നെ കുറെ കസ്റ്റമേഴ്സ് വന്ന് ഇന്ന് നല്ല മൂവിങ് ആയിരുന്നു. അതുകൊണ്ട് അത്രയും കൗണ്ടറിന്റെ ഫുള്ള് ഇറങ്ങിയിട്ടുണ്ട്. ഒത്തിരി സന്തോഷം. ഞാൻ ഇന്നലെ ചുമ്മാ ഒരു വീഡിയോ ചെയ്ത് മാത്രമേ ഉള്ളൂ. അത്രയും കൗണ്ടർ ഇറങ്ങിക്കറിഞ്ഞ് ഒത്തിരി സന്തോഷം. ഇനി അതിൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഓർഡർ. ഫിഗർ ഇല്ലാത്തേക്കാണ് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു കേട്ടോ. ഫിഗർ വിത്തൗട്ട് ഫിഗർ മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും. അപ്പോൾ ഫിഗർ ഇല്ലാത്ത ഒരുപാടുണ്ട്, എനിക്ക് കാണിക്കാൻ പറ്റില്ല ഇന്നലെ വീഡിയോക്കകത്ത്. ചുമ്മാ നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തതല്ലേ. അപ്പോൾ അതുകൊണ്ട് പോരാ, നമുക്ക് അടുത്തോട്ട് പോവാം, അപ്പുറത്തോട്ട് പോവാം. കസ്റ്റമർ ഉണ്ടോടാ? എങ്ങനെ ഉണ്ടായിരുന്നടാ? വളരെ എക്സ്പീരിയൻസ് ചോദിക്കുകയാണ്. ഇപ്പൊ ഒന്നും പറയാൻ പറ്റിയ സാഹചര്യമല്ല, സോറി. ഒതുങ്ങി തീരാറെന്ന് വെച്ചാൽ ഏകദേശം നമ്മൾ കുറച്ച് സമയം വരെ എടുത്ത് പെട്ടെന്ന് ഒതുങ്ങി തീർക്കുന്നതായിരിക്കും. കാരണം നാളെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. അതിനുവേണ്ടി നമ്മള് എങ്ങനെ ഉണ്ടായിരുന്നടാ പറയടാ? അടിപൊളിയായിരുന്നു. ഇപ്പൊ നമുക്ക് എത്ര മണിയായെന്നറിയോ? 1 മണി കഴിഞ്ഞതാണ്ട്. സത്യം പറഞ്ഞാൽ സമയം പോയത് അറിഞ്ഞില്ല. നോമ്പുള്ള കാര്യം പോലും മറന്നുപോയി. കാരണം ആ ക്ഷീണം ഒന്നും നമുക്ക് ഫീൽ ചെയ്തില്ല. കാരണം വെച്ചാൽ രാവിലെ തൊട്ട് ഇപ്പൊ ഈ സമയം വരെ ഒരു ബോറടി ഇല്ല. കസ്റ്റമർ ഇപ്പോഴും കസ്റ്റമർ ഉണ്ടായിരുന്നു. ഞാൻ അറ്റൻഡ് ചെയ്തിട്ട് ഇപ്പൊ വന്ന് അങ്ങോട്ട് നിന്നതേ ഉള്ളൂ. ഇത് ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞു. ഒരു വെഡിങ് കസ്റ്റമർ ഞാൻ ഡബിൾ ഹാപ്പിയാണ്. അവൻ എപ്പോഴും പറയും ഇത് നമ്മൾ പൊളിക്കും അതുകൊണ്ട് അവനിപ്പോ ഹാപ്പിയാണ്. മുഖത്ത് ചിരിയണ്ട. ഈ 1 മണി സമയത്ത് അതാണ് ഇത്ര ഊർജ്ജസ്വലതയോട് നിൽക്കുന്നത്. അതല്ലേ നമ്മുടെയൊക്കെ വിജയം അല്ലേ?